ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേ Q&A സെക്ഷനാണ്. അതായത് ലാസ്റ്റ് വീക്കിൽ കമന്റ് ബോക്സിലും ഗെയിംസിലും നിങ്ങൾ അയച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീക്കിൽ Q&A ആയിട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ബിഗിനർ ആണ്. ഞാൻ മോർണിംഗിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് 2%, ദെൻ വിറ്റാമിൻ സി സെറം 15%, മോയ്സ്ചറൈസർ സൺസ്ക്രീൻ. നൈറ്റിൽ ഞാൻ സാലിസിലിക് ആസിഡിന്റെ മോയ്സ്ചറൈസറും പിന്നെ സാധാ മോയ്സ്ചറൈസറും ആണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈ ഒരു റൊട്ടീൻ കറക്റ്റ് ആണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ റൊട്ടീൻ ഫോളോ ചെയ്യാം, പക്ഷേ ഇതൊരു ബിഗിനറിന്റെ റൊട്ടീൻ ആണെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ 2% സാലിസിലിക് ആസിഡ് നല്ല ഫേസ് വാഷ് ആണ്. നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു പോർഷൻ ഉണ്ട്. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓൾറെഡി ഓയിലി ആണെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. കോമ്പിനേഷൻ ആണെങ്കിൽ ചില ആൾക്കാർക്ക് മൂക്കിന്റെയും കവിളിന്റെ ഒക്കെ ഭാഗത്ത് ഓയിൽനെസ് ആണ്, ബാക്കി ഏരിയാസ് ഫൈൻ ആയിരിക്കും. അല്ലാതെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാതേക്ക് ഇരിക്കുമ്പോഴും ഫേസിൽ ചിലപ്പോൾ ഒരു ഓയിൽനെസ് വരും, അല്ലെങ്കിൽ നൈറ്റിലാകുമ്പോഴത്തേക്ക് നല്ല ഓയിൽനെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 2 നേരം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ രാവിലെ ഫേസിൽ അധികം ഓയിൽനെസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മോർണിംഗിൽ തന്നെ നമ്മൾ 2% ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നൈറ്റിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ഇത് ആവശ്യം വരുന്നത് കോമ്പിനേഷൻ സ്കിൻകാർക്കാണ്. എന്നെ പോലെ കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്ക് 2 നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ ആവശ്യമില്ല. മോർണിംഗിൽ ഒരു ജെന്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്താലും മതി. വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. രണ്ടാമത്തെ പ്രശ്നം എന്താണ് ഈ റൊട്ടീനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% വിറ്റാമിൻ സി സിറം. ആസ് എ ബിഗിനർ നമുക്ക് ഒരിക്കലും 15% വിറ്റാമിൻ സി സെറം സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാത്തതാണ് നല്ലത്. ഈവൻ ചിലപ്പോൾ ആൾക്കാർക്ക് മെച്ചുവേർഡ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യും. ഒരു 30 എബോവ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സ്കിൻ മെച്ചുവർ ആകുമ്പോൾ ചിലപ്പോൾ 15% ടോളറേറ്റ് ചെയ്യുമെന്ന് തോന്നും. ചെയ്യാനുള്ള സാധ്യതയുണ്ട്, തോന്നുന്നില്ല, ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ബിഗിനർ ആണ്, മാത്രമല്ല നിങ്ങളൊരു 30 താഴേക്കുള്ള ഏജിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിൻ അത്ര മെച്ചുവേർഡ് അല്ല, നിങ്ങളുടെ സ്കിൻ ബാരിയർ അത്ര സ്ട്രോങ് അല്ല എങ്കിൽ ചിലപ്പോൾ 15% വിറ്റാമിൻസ് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഒരിക്കലും ഒരു ബിഗിനർ ഞാൻ 15% റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യുക. ഒരു 18 എബോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 5% നമ്മുടെ ഡെർമക്കോലൊക്കെ 5% വിറ്റാമിൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ടീനേജിൽ വിറ്റാമിൻസ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യും. പക്ഷെ പ്രോപ്പർ വിറ്റാമിൻസ് റിസൾട്ട് നമുക്ക് 10% തൊട്ടാണ് കിട്ടുന്നത്. അതിന് നമുക്ക് 18 ഏജിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 10% വിറ്റാമിൻസ് യൂസ് ചെയ്യാം. ബിഗിനർ ആണെങ്കിൽ മിനിമം ഒരു 5 മാക്സിമം 10% സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. മോർണിംഗിൽ വിറ്റാമിൻസ് യൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണ് ആന്റി ഏജിങ്ങിനും. പിന്നെ നമ്മുടെ സ്കിന്നിന് ഫ്രീ റാഡിക്കൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനും സൺ കാരണം ഉണ്ടാകുന്ന ആ ഒരു സ്കിൻ ഡാർക്ക് സ്പോട്ട്സ് ഇല്ലേ, ആ പിക്കിൾസ് പോലെയുള്ള സാധനങ്ങൾ വരാതിരിക്കാനും ഒക്കെ വിറ്റാമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഓക്കെയാണ്, ഫൈനാണ്. നൈറ്റ് റൊട്ടീനിൽ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നൈറ്റിൽ സാലിസിലിക് ആസിഡ് ക്രീമും പിന്നെ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ നൈറ്റിൽ സാലിസിലിക് ആസിഡിന്റെ ക്രീം ഡെയിലി ഒരു 2% ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അതായത് ഡെയിലി നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ഔട്ട് ചെയ്തോ വെച്ചാൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ എന്തായാലും നമ്മൾ മോയ്സ്ചറൈസർ കൊടുക്കുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് ഓയിൽ നമ്മുടെ സ്കിന്നിന് വേണം. അത് ഇല്ലാണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾ ആയിപ്പോകും. അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെയിലി സാലിസിലിക് ആസിഡ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2% ആണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. ഒരു 1 താഴെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. മാത്രമല്ല ഞാൻ ഡെയിലി അതും എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം 1 താഴെയുള്ള സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താൽ മതി. ഒരു കോമ്പിനേഷൻ നോർമൽ സ്കിൻ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം 2% നമുക്ക് വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യാം. സ്കിൻ ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ വീക്കിലി 3 പ്രാവശ്യം യൂസ് ചെയ്യാം. ഇത് എക്സ്ട്രീംലി ഓയിലിക്കാർക്കാണ് നല്ലത്. കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ വീക്കിലി 1 പ്രാവശ്യം, ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. നോർമൽ സ്കിൻ വിത്ത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ 1 ടൈം വീക്കിലി യൂസ് ചെയ്യുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ റൊട്ടീനിലുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലായെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ബിഗിനർ ഫ്രണ്ട്ലി മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ Q&A ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ട് ഫേസിൽ ആക്നെ വരുന്നു എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ അവിടെ
നിൽക്കട്ടെ. അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നാസിനമൈഡ് എന്ന് പറയുന്ന സിറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ബിഗിനർ ആണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് സ്കിൻ ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ 10% യൂസ് ചെയ്താൽ കുഴപ്പമില്ല. നിങ്ങളുടെ സ്കിൻ ഇനഫ് മെച്യൂറും നിങ്ങളുടെ സ്കിൻ ബാരിയർ നല്ല പ്രൊട്ടക്റ്റഡും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 10% യൂസ് ചെയ്താലും കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യും, ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും. എനിക്ക് ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഇത് ഓർഡിനറിയുടെ 10% നയാസിനമൈഡ് ആയിരുന്നു. ഫസ്റ്റ് ബിഗിനർ ആയിട്ട് തന്നെ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സ്കിൻ ബാരിയർ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഒക്കെ സ്കിൻ മെച്യൂർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്കിൻ ബാരിയർ പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ബിഗിനർ ആണ് 10% ഡെയിലി യൂസ് ചെയ്താൽ ഇഷ്യൂ ഒന്നുമില്ല. മാത്രമല്ല 10% ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഡെയിലി അല്ലായിരുന്നു യൂസ് ചെയ്ത്, ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം ഞാൻ എനിക്ക് റിവ്യൂ കണ്ടപ്പോഴേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ഡെയിലി അല്ല യൂസ് ചെയ്തത്, ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓൾമോസ്റ്റ് 3 വീക്സോളം ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ നൈറ്റ് ഫുള്ളും പിന്നെ മോർണിംഗ് നൈറ്റും ഒക്കെ ആക്കിയത്. ഓക്കെ, അതൊരു കാര്യം. അതിപ്പം നാസമൈഡ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 5%. പിന്നെ അതുപോലെ കേരളത്തിൽ ഉണ്ടായത്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഉണ്ടായത് ഡെർംഡോക്കിന്റെ 10% ഈ ഒരു നാസമൈഡ് വെച്ചിട്ടാണ് ഉണ്ടായത്. അതും അത് ആലിയ ഭട്ടിനെ വെച്ചിട്ടായിരുന്നു മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്ലോ റെസിപ്പിയുടെ 10% നയാസിനമൈഡ് സെറം വെച്ചിട്ടായിരുന്നു നമ്മളിവിടെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് ഡെർംഡോക്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സമം രണ്ടിനകത്ത് 10% നയാസിനമൈഡ് ആണ് യൂസ് ചെയ്തതെങ്കിലും നമ്മുടെ എന്താ പറയുന്ന ഗ്ലോ റെസിപ്പിയിലോട്ട് വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ മൈൽഡ് ആയിട്ട് സ്കിൻ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് കൂടുതലായിരുന്നു. ഇത് ഡെർംഡോക്കിലോട്ട് വരുമ്പോൾ ഡയറക്റ്റ് 10% നയാസിനമൈഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. മാത്രമല്ല ഇതുവരെയും സ്കിൻ കെയർ യൂസ് ചെയ്യാത്ത ആൾക്കാർ 10% നയാസിനമൈഡ് മോർണിംഗും നൈറ്റിൽ യൂസ് ചെയ്തപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാനും അത് കാരണമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 5% നയാസിനമൈഡ് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയത്. ആദ്യം എല്ലാ ബ്രാൻഡുകൾക്കും 10% ആയിരുന്നു. പിന്നെ അവർ പതുക്കെ 5% ഉണ്ടാക്കാൻ തുടങ്ങി. മിനിമലിസ്റ്റിലെ സുഗന്ധയില്, പിന്നെ നമ്മുടെ ഡെർമക്കോല്, പ്ലമ്മിലൊക്കെ 5% നയാസിനമൈഡ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വരാൻ തുടങ്ങി. പക്ഷേ ചില ആൾക്കാർക്ക് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യന് പറഞ്ഞ പോലെ തന്നെ 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ടും സ്കിന്നിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കാണപ്പെടുന്നുണ്ട്. ഇത് ഭയങ്കര കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ സ്കിൻ കെയർ എല്ലാവർക്കും ചെയ്യാം. പക്ഷെ ചില ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ പ്രോപ്പർ ആവാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല, റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഈ 5% നയാസിനമൈഡ് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ റീസൺ. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മുടെ പോസ് അടയ്ക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 1 month എങ്കിലും മിനിമം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ 1 month സ്റ്റോപ്പ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 weeks മിനിമം എന്തായാലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 2 weeksൽ തന്നെ നിങ്ങൾക്ക് മുഖത്തുള്ള പിമ്പിൾസിന്റെ പിമ്പിൾ ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം പുതിയ കുരുക്കൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ നിൽക്കുന്ന കുരുക്കൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പുതിയ കുരുക്കൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുരു പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഉള്ള കുരുക്കൾ സബ്ഡ്യൂ ആവാൻ ചെയ്യുന്നുണ്ടോ, കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നയാസിനമൈഡ് ആണോ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്, അതല്ല വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത്. പഴയ പ്രൊഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് കൊമഡോജനിക് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ ഫേസിൽ യൂസ് ചെയ്യണം. നിങ്ങളുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു നയാസിനമൈഡ് ഇട്ട് നോക്കുക. എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ച്നെസ്സോ പിമ്പിൾസോ അവിടെ വരുന്നോ നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് അലർജിക്കാണ് മാറ്റുക. അതല്ല അവിടെ ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ള സ്കിൻ കെയർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ഈ നയാസിനമൈഡ് അല്ല റീസൺ എന്നാണ് അർത്ഥം. അഥവാ അതാണ് റീസൺ എങ്കിൽ നയാസിനമൈഡ് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പകരം നമുക്ക് ഹൈഡ്രേഷൻ ആണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഒക്കെ മാറ്റാനാണ് എന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ പോസ് മാറ്റാനായിട്ട് നമുക്ക് ആംബ്യൂസ് അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിനകത്ത് സെയിം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, നയാസിനമൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രീഷ്മ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ആംബ്യൂസ് ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് ഒതന്റിക് പ്രൊഡക്റ്റ് ആണോ നമ്മൾ വാങ്ങിക്കുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചേഞ്ച്
മനസ്സിലാക്കാൻ പറ്റും. നയാസിനിമൈഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റും. മോസ്റ്റ് ഓഫ് ദി ടൈം നയാസിനിമൈഡ് ഈ 5% നയാസിനിമൈഡ് ഇറിറ്റേഷൻ ആയിരിക്കത്തില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്തത് നമ്മുടെ ലാക്ടോ കലാമിന്റെ ഫേസ് വാഷ്, എനിക്ക് തോന്നുന്നു പറഞ്ഞു വെച്ചിട്ട് കരോളിൻ ക്ലേ ഉള്ള ഫേസ് വാഷും നയാസിനിമൈഡും ആയിരിക്കും, ക്ലേ ഉള്ള ഫേസ് വാഷും ആയിരിക്കും. ഞാൻ അലോവേര ജെല്ലുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ സത്യത്തിൽ പുള്ളിക്കാരി യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് മാറാനുള്ള സാധനങ്ങളൊക്കെ ഒരു കുറച്ചൊക്കെ ഉള്ള സാധനങ്ങൾ പുള്ളിക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കലോളിൻ ക്ലേ നമ്മുടെ പോസിനകത്തുള്ള അഴുക്കും ഓയിലും ഒക്കെ വലിച്ചെടുക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്ട് പീരീഡ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ആക്റ്റീവ് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് നയാസിനിമൈഡ് ഉണ്ട്. ഇത് ആക്റ്റീവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഫേസ് വാഷ് ചെയ്ത് കളയത്തില്ലേ. സോ അതുകൊണ്ട് ഓപ്പൺ പോസിനൊന്നും ഇത്, അല്ലെങ്കിൽ ഓപ്പൺ പോസ് അല്ല, ക്ലോസ്ഡ് കോമ്പൗണ്ട്സിന് ഇത് മാറ്റാനായിട്ട് കംപ്ലീറ്റ്ലി പറ്റത്തില്ല. പിന്നെ അലോവേര ജെല്ല് നമ്മൾ ഒരു മോയ്സ്ചറൈസർ ആയിട്ട്, നാച്ചുറൽ അല്ലാത്ത അലോവേര ജെല്ല് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതും നമുക്ക് ചിലപ്പോൾ ഇതിന്റെ ഹൈഡ്രേഷൻ തരണമെന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ള അലോവേര ജെല്ലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പോസ് ക്ലോഗ് ആവാനും അതിന് കാരണമായിട്ട് മാറും. ചെയ്യാൻ പറ്റുന്ന എന്താണ്? ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഉള്ളതിന്റെ റീസൺ നമുക്കറിയാം, നമ്മുടെ പോസ് അടയുന്നത് കൊണ്ടും അതിന്റെ മുകളിൽ അത് ഒരു കവർ ആവുന്നതുകൊണ്ടുമാണ്. അപ്പൊ നമുക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. വർക്കിംഗ് 2% സാലിസിലിക് ആസിഡ് 1 മിനിറ്റ് വർക്കിംഗ് ടൈമിൽ നമ്മൾ നൈറ്റിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോസ് ഒന്ന് ക്ലെൻസ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മൾ 1 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ആ ഒരു വർക്കിംഗ് പീരീഡ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് എഫക്റ്റ് കിട്ടുകയും ചെയ്യും, പ്രത്യേകിച്ച് ക്ലോസ്ഡ് കോമ്പൗണ്ട്സിന്. കൂടാതെ നമുക്ക് വീക്കിലി വൺസ് ഇതേ സാലിസിലിക് ആസിഡ് സിറം ഫേസ് മൊത്തമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് മൊത്തം യൂസ് ചെയ്യുമ്പോൾ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഉള്ളത് അവിടെ മാത്രമോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 5% നയാസിനിമൈഡ് സിറം ബിഗിനർ ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാത്ത വേറൊരു ദിവസം വീക്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലേ മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലേ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ പോസിനകത്തുള്ള ഗങ്ക് വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് 2% സാലിസിലിക് ആസിഡുള്ള ക്ലേ മാസ്ക് തന്നെ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. ഏതെങ്കിലും റാൻഡം ക്ലേ മാസ്ക് യൂസ് ചെയ്താൽ മതി. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഫോക്സൈലിന്റെ പർപ്പിൾ ക്ലേ മാസ്ക് ഒക്കെ ഇൻസ്റ്റന്റ് ഗ്ലോ തരത്തില്ല. പക്ഷെ അത് നമുക്ക് ഈ പോസിനെ റെഗുലർ ആയിട്ടുള്ള യൂസിൽ പോസിനെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. റെഗുലർ ഇൻ ദ സെൻസ് ഡെയിലി യൂസ് ചെയ്യാനല്ല പറയുന്നത്. ആ ഒരു ക്ലേ മാസ്ക് അവർ ബോട്ടിൽ ഒരു 2 to 3 ടൈംസ് എ വീക്ക് പറയും. അത്രയും യൂസ് ചെയ്യുന്നത് വീക്കിലി വൺസ്, മാക്സിമം വീക്കിലി 2 ടൈംസ് യൂസ് ചെയ്യുക. പിന്നെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന്റെ അടുത്തൊന്നും ചെന്നിട്ട് ഇത് യൂസ് ചെയ്യാനും പാടില്ല. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സുകളാണ്. ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസർ ഞാൻ ഇവിടെ കൊടുക്കാം. അതിനകത്ത് നമ്മുടെ റെക്കമെൻഡേഷനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കയറിക്കണ്ട നിങ്ങൾക്ക് മോയ്സ്ചറൈസറോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ റൊട്ടീനിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്, പക്ഷെ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് മാറാത്തത്. ഇൻ കേസ് നിങ്ങൾ ഒരു 23 ഏജിന് എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ സിറോ യൂസ് ചെയ്യാം. നമ്മുടെ ഫോർമുലാറിക്സിന്റെ റെറ്റിനോൾ സിറം, അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ റെറ്റിനോൾ സിറോ, അല്ലെങ്കിൽ റിക്വലിന്റെ റെറ്റിനോൾ സിറോ എല്ലാം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇത് 23 ഏജിന് എബോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. പിന്നെ റെറ്റിനോൾ നമ്മൾ വീക്കിലി 3 ടൈംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന ദിവസമോ ക്ലേ മാസ്ക് യൂസ് ചെയ്യുന്ന ദിവസമോ റെറ്റിനോൾ സിറം യൂസ് ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മൾ സിറം ഫേസിൽ ഇട്ടിട്ട് എപ്പോൾ അത് വാഷ് ചെയ്ത് കളയണം എന്നുള്ളത്. സിറംസ് ആക്ച്വലി നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ടതല്ല, നമ്മുടെ ഫേസിൽ തന്നെ ഇടേണ്ട സാധനമാണ്. പക്ഷേ ചില സിറംസ് ഉണ്ട്, അതായത് നമ്മൾ AHA BHA പീലിംഗ് സൊല്യൂഷൻസ് പോലെയുള്ള സിറംസ്, എക്സ്പെഷ്യലി എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് എന്ന് പറയുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ പീലിംഗ് സിറം എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ കഴുകി കളയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നല്ല ഹൈ കോൺസെൻട്രേഷനിലുള്ള സിറംസ് ആണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഓവർനൈറ്റ് ഫേസിൽ വെക്കാറില്ല. ബാക്കിയുള്ള നോർമൽ ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ മാറ്റുന്ന സിറംസ് ഒക്കെ നമ്മൾ ഓവർനൈറ്റും ഡെയിലിയും നൈറ്റിലും ഒക്കെ ഒരേപോലെ ഇടുന്നതാണ്. അതൊന്നും വാഷ് ചെയ്ത് കളയേണ്ട സാധനമല്ല. പക്ഷേ സിറം വാഷ് ചെയ്ത് കളയേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊരു സിറം ഫേസ് ഇടാം, നമ്മുടെ ഫേസ് ഇറിറ്റേഷൻ എന്തെങ്കിലും വരും, അതായത് ഇച്ച്നെസ്, റെഡ്നെസ് അങ്ങനെ എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫേസിൽ സിറം വാഷ് ചെയ്ത് കളയുക. അതല്ലാത്ത പക്ഷം നമ്മൾ സിറം ഫേസിൽ ഓവർനൈറ്റ് ഇട്ട് വെക്കുക തന്നെ വേണം. പിന്നെ പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ചില സിറംസ് അതനുസരിച്ച് ഫോർമുലേഷൻ അനുസരിച്ചിട്ട്
വെച്ചിട്ട് അത് ഓവർനൈറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ ഇത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ വാഷ് ചെയ്ത് കളയണോ എന്നുള്ളതൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിന്റെ ബോട്ടിൽ നോക്കുമ്പോഴത്തേനും നമുക്കത് മനസ്സിലാവും. അപ്പൊ നിങ്ങളൊന്ന് ബോട്ടിൽ നോക്കുക. അവർ സ്പെസിഫൈ ചെയ്ത് എപ്പോൾ കളയണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ഓവർനൈറ്റോ അല്ലെങ്കിൽ ഡെയിലോ ഒക്കെ ഇടാൻ കുഴപ്പമില്ല. അതല്ല അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സിൽ വാഷ് ഓഫ് ചെയ്യുക, 2 hours വാഷ് ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബേസിക്കലി ഇത് നമുക്ക് എല്ലാ മാസം ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, നമുക്ക് വെളുക്കാനായിട്ട് തേക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സിറം ഏതാണ് എന്നുള്ളത്. ഇതിന്റെ ആൻസർ ബേസിക്കലി കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഒരു സിറവും നമ്മളെ സ്കിൻ നാച്ചുറൽ കളറിൽ നിന്ന് മാറ്റാനായിട്ട് പോണില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള സ്കിൻ ടോണിൽ നിന്ന് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഫേസിൽ ഡൾനെസ്സും ഡെഡ് സ്കിൻ അക്യൂമുലേഷൻസും ടാനിങ്ങും പിഗ്മെന്റേഷനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാറ്റുമ്പോൾ നമ്മുടെ സ്കിൻ നാച്ചുറലി ഒരു ഈവൻ ടോണിലോട്ട് മാറും. ഒരു ഗ്ലോ അല്ലെങ്കിൽ സ്കിൻ നിങ്ങൾ പറയുന്ന ഒരു വെളുപ്പൊക്കെ ഫേസിൽ ഫീൽ ആവും. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അധികം ടാനിങ് ഒന്നും ഫേസിൽ വരാനായിട്ടും പോകുന്നില്ല. അപ്പൊ നമ്മുടെ സ്കിൻ ഇപ്പൊ ഇരിക്കുന്നേക്കാൾ നന്നായിട്ട് അത് ചേഞ്ച് ആയിട്ട് വരും. പക്ഷെ നമ്മുടെ സ്കിന്റെ നാച്ചുറൽ കളറിൽ നിന്ന് നമുക്കൊരു സിറമോ ക്രീമോ അതൊരിക്കലും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അതിനുവേണ്ടി നമുക്ക് സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേറെ ക്ലിനിക് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ പോയി ചെയ്യേണ്ടതാണ്, അല്ലാണ്ട് നമുക്ക് വേറെ എന്ത് കാര്യത്തിലും ചെയ്യുന്നതല്ല. പിന്നെ ഹൈഡ്രോക്വിനോണിൻ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്കിൻ വെളുക്കുന്ന ഒരു ടെക്നോളജി അതായത് ഒരു പ്രക്രിയ ഇപ്പൊ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലിന് കൊല്ലാനായിട്ട്, നശിപ്പിക്കാനായിട്ട് ഹൈഡ്രോക്വിനോണിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹൈഡ്രോക്വിനോണിൻ ബേസ് ചെയ്തിട്ടുള്ള ക്രീമുകൾ നമ്മുടെ സ്കിന്നിന് ഒരു പരിധി വരെ വെളുപ്പ് തരുന്നത്. പക്ഷെ ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു ഗ്രാഫ് കണക്കാണ് ഹൈഡ്രോക്വിനോണിൻ വർക്ക് ചെയ്ത് അതിന്റെ കറക്റ്റ് ത്രെഷോൾഡ് എത്തിയിട്ട് നേരെ താഴോട്ട് പോകും. പിന്നെ നമ്മൾ കറക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ സ്കിൻ ബാരിയർ നശിക്കും, ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഹൈഡ്രോക്വിനോണിൻ ഹൈപ്പർ പിഗ്മെന്റേഷൻസും അതുപോലെ തന്നെ സ്കിൻ ബേണിന്റെ മാർക്സുകളൊക്കെ മാറ്റാനായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷന്റെ അണ്ടറിൽ മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. സ്കിൻ വെളുക്കാനായിട്ട് ഇതാരും വാങ്ങി യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ മെർക്കുറി അടങ്ങിയ ഫെയർനെസ് ക്രീമുകൾ ഈ സ്കിൻ വൈറ്റ്നസിന് വേണ്ടിയിട്ട് നോർമലി മാർക്കറ്റ് വിൽക്കുന്നതാണ്. ഇതും നമ്മുടെ ബോഡിക്ക് സേഫ് ആയിട്ടുള്ള സാധനമല്ല. മെർക്കുറി സ്കിൻ കെയറിൽ യൂസ് ചെയ്യും, പക്ഷെ അതൊരു സെർട്ടൻ എമൗണ്ട് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, FDA അപ്രൂവ് ആയിട്ട്. അതും ഈ നോർമൽ സ്കിൻ ഫെയർനെസ് എന്ന് പറയുന്ന ക്രീമുകളിൽ ഇത് ഹൈ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിക്ക് സേഫ് ആയിട്ടുള്ള അല്ല. ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ ടോൺ നല്ല രീതിയിൽ നമുക്ക് ഗ്ലോ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതിനെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീനായിട്ട് വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റ് കൊടുക്കും, അതൊന്ന് കയറി വെക്കാം. അപ്പൊ ഈ വീക്കിലെ Q&A ഇവിടെ തീരുകയാണ്. പക്ഷെ നിങ്ങൾ കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ Q&A അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റ് ഏതെങ്കിലും ഞാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ ഡെഫിനറ്റ്ലി അതിന്റെ ആൻസർ ആയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നെ ഒരു കമന്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്ന്. എനിക്കറിയാം വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന്, പക്ഷെ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ടാണ് അത് ലെങ്തി ആവുന്നത്. അറിയാൻ റൈറ്റ് ടോപ്പിക്കാണ്. ലെങ്ത് ഇനി ഞാൻ കുറയ്ക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. പാർട്ടായിട്ട് വീഡിയോ ചെയ്താൽ മതിയെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ കാണുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.